രാജാവ് വധിക്കുകയുള്ളൂ, വഞ്ചന കുറ്റത്തിന് വധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ കോപം കൊണ്ട ദേവി ആ മധുര ഒന്നാകെ ചുട്ടരിക്കാൻ തുടങ്ങി. ഒഴികെ ബാക്കി എല്ലാവരും നഗരത്തിൽ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയുള്ള ഭക്തജനങ്ങൾ മൺകലത്തിൽ പായസം ഉണ്ടാക്കി ദേവിക്ക് നേടി. അങ്ങനെ അതിൽ സംതൃപ്തയായ ദേവി അന്നപൂർണേശ്വരിയുടെ രൂപത്തിൽ കൊണ്ടിട്ട് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഒന്നാമത്തെ ഐതിഹ്യം. ആ പൊങ്കാലയെപ്പറ്റി ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്. പിന്നെ ഒന്ന്, ഈ പണ്ട് കൃഷിയുള്ള സ്ഥലങ്ങളിൽ, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു ഇതുപോലെ വിളക്കൊക്കെ വെച്ചിട്ട് ആദ്യം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആ ദേവിക്ക് എന്തെങ്കിലും വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം നല്ല രീതിയിൽ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദക്ഷിണയൊക്കെ വെച്ചിട്ട് അന്നത്തെ ആൾക്കാർ അത് ചെയ്യുമായിരുന്നു. അപ്പോൾ നെല്ല് അങ്ങനെയുള്ള എന്തും കൃഷി ചെയ്യുന്ന ആൾക്കാർ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനം അത് ദേവിക്ക് സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. പിന്നെ കുറേ ഐതിഹ്യമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തേക്കുന്നത്. ദേവിയുടെ കോപം കൊണ്ടിട്ട് ആ നാടിനോ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ ഇതിൽ മൺകലത്തിൽ പൊങ്കാലയിട്ടത്. പൊങ്കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമായിട്ടുള്ള ദേവിക്ക് ഇഷ്ട നിവേദ്യം കൊണ്ട് ചെയ്തത്. അത് പുത്തരി കൊണ്ടാണ് ചെയ്തത്, പച്ചരി. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ഈ പൊങ്കാല അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദേവിക്ക് നമ്മുടെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കൃഷിയുള്ളവർ കൃഷിയായിട്ട് ചെയ്തപ്പോൾ ആ കൃഷി നാളെയും നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് അത് ആദ്യമായി ഉണ്ടാകുന്ന അവർ കഴിക്കാതെ ആദ്യമേ അത് ദേവിക്ക് നേദിച്ചത്. ഇതാണ് ഐതിഹ്യം. പിന്നെ കുറേ കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി പൊങ്കാല ഇടാം. മനസ്സിലായില്ലേ? ഇനി പൊങ്കാല ഇടാൻ വേണ്ടി വ്രതം എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു. വ്രതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം അരിയാഹാരം കഴിക്കുക എന്നുള്ളതല്ല വ്രതം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരിക, നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളത്. അല്ലാതെ ഒരു നേരം അരിയാഹാരം കഴിക്കാതെ ഇരുന്നിട്ട് വ്രതം എടുക്കുന്നതല്ല വ്രതം. നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കുക. അങ്ങനെ 5 ഭൂതങ്ങളെ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന 5 ഭയങ്ങളെ നമ്മുടെ കൺട്രോളിൽ വരുത്തുക. അതാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പം നമ്മുടെ വാക്കുകൾ, സംസാരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ഒരു ദിവസം കൂടുതൽ വ്രതം എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. 2-3 ദിവസമൊക്കെ എടുക്കണമെങ്കിൽ അതുപോലെ നമ്മൾ വീട്ടിൽ അതുപോലെ ചെയ്യേണ്ടി വരും. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ശുദ്ധീകരിക്കുക, പിന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ ശുദ്ധീകരിക്കുക. രാവിലെ കുളിക്കുക, വൈകിട്ട് കുളിക്കുക, 2 നേരമെങ്കിലും കുറച്ച് മന്ത്രങ്ങൾ ജപിക്കുക. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീർത്തനങ്ങൾ ചൊല്ലുക. ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ പോകണമെന്നാണ്. പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ രാവിലെ കുളിച്ചിട്ട് പ്രാർത്ഥിക്കുക. വ്രതം തുടങ്ങുന്നത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ക്ഷേത്രത്തിൽ രാവിലെ കിട്ടുന്ന തീർത്ഥം, ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന തീർത്ഥമാണ് രാവിലെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത്. അത് സേവിച്ചിട്ട് വേണം വ്രതം തുടങ്ങാൻ. പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയാഹാരമോ ഫ്രൂട്ട്സോ കാര്യങ്ങളോ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് വ്രതം എടുക്കും. പക്ഷേ രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം ആവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുക, അവിടെ കുറച്ച് ഭസ്മം വെക്കുക, ഒരു കിണ്ടിയില്ലെങ്കിൽ ഗ്ലാസ്സിലോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, അതിനകത്ത് ഒരു തുളസിക്കതിരിടുക. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഇടയ്ക്ക് ഒരു ചന്ദനത്തിരിയോ ദീപമൊക്കെ കൊളുത്തിയിട്ട് ആ തീർത്ഥം എടുത്ത് സേവിക്കും. എന്നിട്ട് ആ വ്രതം ആരംഭിക്കുക. അത് കഴിഞ്ഞിട്ട് വ്രതം നിർത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഇതേ രീതിയിൽ തന്നെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനം എല്ലാം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ചെന്നിട്ട് ഇതേ രീതിയിൽ ചെന്ന് ആ തീർത്ഥം കുടിച്ചിട്ട് വേണം വ്രതം നിർത്താം. ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ കിട്ടുന്ന ഭഗവാൻ അഭിഷേകം ചെയ്ത തീർത്ഥവും വൈകിട്ട് കിട്ടുന്നത് ഭഗവാന്റെ പാദത്തിൽ ഉപയോഗിക്കുന്ന തീർത്ഥമാണ്. നിങ്ങൾക്ക് വൈകിട്ട് ദീപാരാധനയും പൂജയും കഴിഞ്ഞ് പ്രസന്ന പൂജയ്ക്ക് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പാദ തീർത്ഥമാണ് നിങ്ങൾക്ക് വൈകുന്നേരം കിട്ടുന്നത്. വൈകിട്ട് ഭഗവാന്റെ പാദ തീർത്ഥവും രാവിലെ അഭിഷേക തീർത്ഥമാണ് ഈ രണ്ടും കിട്ടുന്നത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ വേണം പൊങ്കാല ഇടാൻ. ഇനി പൊങ്കാല നമ്മൾ ഇടുമ്പോൾ ഒരു വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ ചരിച്ച് വെച്ച് ആർക്കും ഭക്ഷണം കൊടുക്കില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുത്തിട്ട് ചരിച്ച് വെച്ച് കൊടുക്കില്ല. അപ്പം നമ്മൾ ഇത് ദേവിക്കാണ് നേദിക്കുന്നത്.
ഇപ്പം കിഴക്കോട്ട് തൂവി, വടക്കോട്ട് തൂവി, തെക്കോട്ട് തൂവി അങ്ങനെ ഒരു നിയമമേ പുസ്തകത്തിൽ വേദപുസ്തകത്തിലില്ല. നമ്മൾ നേരെ വെക്കുക. ഇത് ദേവിക്കാണ് കൊടുക്കുന്നത്. അത് ആ ദേവി സങ്കല്പിച്ച് ആ ദേവി ഭക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാലയിടുന്നത്. അപ്പോൾ അങ്ങോട്ട് ചരിച്ചു വെച്ചാൽ അവർക്ക് ദോഷം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വെച്ചാൽ നമ്മുടെ നേരെ തൂവിക്കഴിഞ്ഞാൽ എനിക്ക് ഐശ്വര്യം, അങ്ങനെ ഒന്നും പൊങ്കാല സംബന്ധിച്ചിടത്ത് ഒരു കാര്യമില്ല. മധുരാപുരി ചുട്ടരിച്ചതിന് അവിടുത്തെ ജനങ്ങൾ ആ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ച്, എന്നുവെച്ചാൽ അതൊരു ആഗ്രഹമാണ്, ആ നാട് നല്ലതാകാൻ വേണ്ടി ആഗ്രഹിച്ച് അവർ നിവേദ്യം ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിച്ചതാണ് ഐതിഹ്യം. അതാണ് ഇതിൻ്റെ പൊങ്കാലയുടെ ഐതിഹ്യം. അല്ലാതെ പൊങ്കാലയുടെ കരം ചരിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നേരെ മറിച്ച് വെച്ചിട്ടോ ഒന്നും പൊങ്കാല ആരും ഇടരുത്. ഇത് ഞാൻ എഴുതി വെച്ചിട്ടോ, ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും ഞാൻ എഴുതി വെച്ചതോ അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞതോ അല്ല. ഇതെല്ലാം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നിയാൽ മാത്രം ചെയ്യുക. ഇനിയിപ്പോൾ ഇത് 1:15 ആകുമ്പോൾ നേദിക്കാൻ വരാം. അത് കഴിയുമ്പോൾ നിങ്ങളുടെ പേരും നാളും എല്ലാം പറഞ്ഞ് അകത്ത് പൂജ കഴിക്കുന്നുണ്ട്. നേദിച്ച ഉടനെ നിങ്ങളെല്ലാം അകത്ത് കയറി വരെ പ്രസാദം തരാം. ഭഗവാന്റെ അവിടെ ദീപം എടുക്കാൻ ദീപാരാധന ഉണ്ടാവും, കണ്ടു തൊഴുക കേട്ടോ.